ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ വീടാകാം, മറ്റ് ബിൽഡിങ്ങുകളാകാം, നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസീനെ ഏൽപ്പിക്കുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്നും അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മളും അറിഞ്ഞിരിക്കണം. ക്ലയൻ്റ് എന്ന നിലയിൽ നമ്മളും അതിനെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാകണം. ഇപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ വർക്കുകളെല്ലാം വാട്ടർ പ്രൂഫിങ് വർക്കെടുത്ത ഏജൻസി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ തുടക്കത്തിൽ നമ്മളൊരു ഏരിയ വാട്ടർ പ്രൂഫിങ്ങിന് കൊടുക്കുമ്പോൾ അവിടെ പായലോ പൂപ്പലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പ്രഷർ വാഷ് ചെയ്യണം. പ്രഷർ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ആ നിലവിലുള്ള സർഫസിൻ്റെ പ്രശ്നത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. വാഷ് ചെയ്ത് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലും വലിയ ക്രാക്കുകൾ കണ്ടിട്ടുണ്ട്. നിലവിലുള്ള പ്ലാസ്റ്ററിങ്ങുകൾ അടന്നു പോകുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് തന്നെ ആദ്യം പറയണം, നിങ്ങൾ പ്രഷർ വാഷ് ചെയ്യുന്നുണ്ടോ, ചെയ്യണമെന്ന് പറയണം. പ്രഷർ വാഷ് ചെയ്തതിന് ശേഷം നിലവിലുള്ള സർഫസിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കണം. എപ്പോഴും വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് സർഫസ് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഏരിയയിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാവുള്ളൂ. പ്ലാസ്റ്ററിങ്ങുകളെല്ലാം പൊളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ ടോപ്പിൽ വാട്ടർ പ്രൂഫിങ് ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ അത് പിന്നീട് ആ ലെയർ ഉൾപ്പെടെ അടർന്നു പോകാൻ കാരണമാവും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിരവധി ക്രാക്കുകളും കാര്യങ്ങളും വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിരവധി ക്രാക്കുകളും കാര്യങ്ങളും കാണാം. ഇങ്ങനെയുള്ള ക്രാക്കുകളെല്ലാം കട്ട് ഓപ്പൺ ചെയ്ത് കെമിക്കൽ ഫില്ല് ചെയ്യണം. പിന്നീട് ക്രാക്ക് വരാത്ത രീതിയിൽ ആ ക്രാക്കുകളെല്ലാം സീൽ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്ററിങ്ങുകളെല്ലാം റിമൂവ് ചെയ്ത് വീണ്ടും റീപ്ലാസ്റ്റർ ചെയ്യണം. അതെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ ഓരോ ബോണ്ടിങ് ഏജൻറ്റ് കെമിക്കലുകൾ അവൈലബിൾ ആണ്. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് ലെയർ മുഴുവനും സ്ട്രെങ്തനിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് SBR കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ആണ്. SBR അത് ചെയ്യുമ്പോൾ നിലവിലുള്ള സർഫസ് ഈ പ്ലാസ്റ്ററിങ് ഇത്ര മോശമായതുകൊണ്ട് അതിനെ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി ടോട്ടൽ ഏരിയയിൽ SBR എന്ന് പറഞ്ഞൊരു കെമിക്കലും സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് 2 ലെയർ കോട്ടിംഗ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ആദ്യം വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം സർഫസിലുണ്ടായിരുന്ന ക്രാക്കുകളും മറ്റും കട്ട് ഓപ്പൺ ചെയ്ത് സീൽ ചെയ്തു. പിന്നെ മോശമായിരുന്ന പ്ലാസ്റ്ററിങ്ങുകളെല്ലാം റീപ്ലാസ്റ്റർ ചെയ്ത് സീൽ ചെയ്തു. ഇനി ഏതെങ്കിലും ഗ്യാപ്പുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സീൽ ചെയ്തതിന് ശേഷം 2 ലെയർ SBR കോട്ടിംഗ് കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഭാഗങ്ങളിൽ നിങ്ങൾ കാണുന്നത്. ഇതിനു മുകളിലാണ് ശരിക്കുമുള്ള വാട്ടർ പ്രൂഫിംഗ് ലെയർ കോട്ടിങ്ങുകൾ കൊടുക്കാൻ. ഇപ്പോൾ ഓപ്പൺ ഏരിയയിലാണെങ്കിൽ UV കോട്ടിങ്, അത് വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്, അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റൻറ്റുമാണ്. അങ്ങനെയുള്ള കോട്ടിങ്ങുകൾ അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ഇങ്ങനെ സർഫസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം സർഫസിനെ സ്ട്രോങ് ആക്കിയതിന് ശേഷം മാത്രമേ UV കോട്ടിങ് കൊടുക്കാവുള്ളൂ. ഇത് പലരും സൈറ്റുകളിൽ ചെയ്തു വരാറില്ല. ഇതിങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ ഇത് നാളുകളോളം വർഷങ്ങളോളം നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ കിടക്കും. അപ്പോൾ വാട്ടർ പ്രൂഫിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, ഡൗട്ടുകളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പറയുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരാം. ഇതിന് ശേഷം UV കോട്ടിങ് ചെയ്തത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം എല്ലാ കോർണർ സൈഡുകളിലെല്ലാം നമ്മൾ കർവ് ചെയ്ത് സീൽ ചെയ്തിരിക്കുന്നതെല്ലാം ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും.